എ റഹീം എം പിയുടെ ഇംഗ്ലീഷിനെ പരിഹസിച്ചവർ ഇവിടെ കമോ. നല്ലൊരു ഇംഗ്ലീഷ് ഐറ്റം ഇപ്പോൾ റിലീസ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലെ മൗദൂദികൾക്കോ കോൺഗ്രസ്സുകാർക്കോ ഒരനക്കവുമില്ല, ആവിയുമില്ല. എല്ലാം ചത്തതുപോലെ കിടക്കുകയാണ്. കർണാടകയിലെ യലഹങ്കിയിൽ ന്യൂനപക്ഷങ്ങളും പാവപ്പെട്ടവരും തിങ്ങിപ്പാർക്കുന്ന ചേരിയിലേക്ക് കോൺഗ്രസ് സർക്കാരിന്റെ ബുൾഡോസർ രാജ് അരങ്ങേറിയ സന്ദർഭത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട അനവധി മനുഷ്യരുടെ വിലാപങ്ങൾ കേൾക്കാൻ, അവരെ സാന്ത്വനിപ്പിക്കാൻ, അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ എ റഹീം എം പി ഉൾപ്പെടുന്നവർ ആ പ്രദേശത്തെത്തി. അവരോട് സംവദിച്ചു, അവരുടെ കാര്യങ്ങൾ കേട്ടു, ആ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചു. അപ്പോഴാണ് കർണാടകയിലെ ഒരു മാധ്യമത്തിന്റെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്ന വേളയിൽ ചെറിയൊരു ഭാഗത്ത് ഒരു തപ്പ് പറ്റി, അല്ലെങ്കിൽ വിക്ക് സംഭവിച്ചു. കാര്യം ഇംഗ്ലീഷ് പ്രാവീണ്യമുള്ള വ്യക്തി ആയിരുന്നില്ല, അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അന്ന് എന്തോ ഒരു പരിഹാസമായിരുന്നു. അഡ്വക്കേറ്റ് ആണത്രേ, ഒരു അഡ്വക്കേറ്റിന്റെ ഇംഗ്ലീഷ് നോക്കണേ, PG നേടിയ ആളുടെ ഇംഗ്ലീഷ് നോക്കണേ, ഇതെല്ലാം വ്യാജ സർട്ടിഫിക്കറ്റ് ആണോ എന്ന നിലയ്ക്കാണ് കോൺഗ്രസിലുള്ളവരുടെയും ലീഗന്മാരുടെയും എല്ലാം ഇംഗ്ലീഷ് പ്രാവീണ്യത്തെക്കുറിച്ച് ഇവർ തള്ളിമറിച്ചത്. ഏറ്റവും ഒടുവിൽ കണ്ണിന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രി ഇതുവരെ കേരളത്തെ ഇങ്ങനെ അപമാനിച്ചിട്ടില്ല. എ റഹീം എം പിയുടെ ഇംഗ്ലീഷ് ഭയങ്കര മോശമാണെന്ന രീതിയിൽ ജമാഅത്ത് ഇസ്ലാമിയും ലീഗന്മാരും അവരുടെ പിന്നിൽ കോൺഗ്രസും സംഘികളെല്ലാം കൂടി ചേർന്ന് റഹീമിനെതിരെ വലിയ സൈബർ അറ്റാക്ക് നടത്തി. പക്ഷേ ഇന്നിപ്പോ അവരാരും കാണാത്ത ഇംഗ്ലീഷ് നിങ്ങളും കാണണം. നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നിരുന്നാലും ഒരു വ്യക്തിയെ സംഘടിതമായി അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തവർ ഇപ്പോ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ ചോദ്യത്തിനും സതീശൻ ഇംഗ്ലീഷ് പറഞ്ഞു മെഴുകി വാരുന്ന കാഴ്ച ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു നാടിന് തന്നെ വലിയ നാണക്കേടായി മാറി. അവതാരകൻ ചോദിച്ച ചോദ്യത്തിന് സതീശൻ കിടന്ന് ബബ്ബബ്ബ ഞഞ്ഞ ഹൂ അയാമേ ഹിന്ദു തുടങ്ങി മെഴുകനോട് മെഴുകൽ നടത്തിയ വീഡിയോ പുറത്തേക്ക് വരുമ്പോൾ അതിന് ന്യായീകരണ പ്രവാഹം വരുന്നുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി നിങ്ങളത് കാണണം. എ റഹീമിന്റെ ഇംഗ്ലീഷ് ഇത്രയും മോശമായില്ല. ഹൈക്കോടതി അഭിഭാഷകൻ സർവവിജ്ഞാന കോശം, അറിവിന്റെ നിറകുടം എന്ന രീതിയിലാക്കി ആഘോഷിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് ഇന്ന് ഒറ്റ അഭിമുഖത്തോടെ തെളിഞ്ഞു. Are you saying that even those elements within the IUML or their supporters in the Jamaat, etc., if anyone, takes up campaigns along or raises issues on communal lines, you will strongly oppose that as Chief Minister? No, nobody. I am not a Muslim. I am a Hindu. No, not about you. But IUML is your ally.